അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം കൂടെ വന്നിരിക്കുകയാണ്. ഇനി കോട്ടയത്ത് തൻ്റെ സ്വന്തം കൃഷിയിടത്ത് ബന്ദിപ്പൂവിൻ്റെ ഒരു വിസ്മയ കാഴ്ച തന്നെ ഒരുക്കിയിരിക്കുകയാണ് കോട്ടയം വാരിശ്ശേരി സ്വദേശിയായ ഷഫീഖിക്ക. ഇന്നത്തെ നമ്മുടെ കാഴ്ചകളും വിശേഷങ്ങളും വിവരങ്ങളും എല്ലാം ഷഫീഖിക്കയുടെ ഈ ഒരു ബന്ദിപ്പൂവിൽ നിന്ന് തന്നെ ആവാം. ഞാൻ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കുറച്ച് പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഒന്ന് മാറ്റി ചിന്തിച്ചോ ഒരു പൂ കൃഷി ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞത്. അപ്പം കുറച്ച് സ്ഥലത്തേ ഉള്ളൂ, 750 തൈകളേ ഉള്ളൂ. പക്ഷേ കാലാവസ്ഥ ഭയങ്കര പ്രതികൂലമായിട്ട് ബാധിച്ചു. മഴ പെയ്തു, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 3 വട്ടം വെള്ളം പൊങ്ങി ഇവിടെ. എങ്കിലും പോയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവറിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് ആണ് നമ്മുടെ മെയിൻ പ്രശ്നം. 45 ദിവസം കൊണ്ട് ഇതിൻ്റെ മുട്ട് വരും. ഇപ്പം ഏകദേശം ഒരു 70 ദിവസമായിട്ടുണ്ട്. ഓണം തന്നെ ഇതാണ്, പക്ഷെ നമുക്കൊരു 10 ദിവസം നേരത്തെ ഫ്ലവറിങ് ഫുൾ ആയിട്ടുണ്ട്. മഞ്ഞപ്പൂവാണ് ഏറ്റവും ആദ്യം അയക്കുന്നത്. ഒരു 10 ദിവസം വ്യത്യാസമുണ്ട് ഈ ഓറഞ്ചുമായിട്ട്. പിന്നെ ഈ മഴ പെയ്ത് കഴിയുമ്പോഴാണ് മൊത്തത്തിൽ പ്രശ്നമാണ്. കാറ്റടിച്ച് ഇതെല്ലാം ഈ മഞ്ഞയ്ക്ക് ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ്. ഇത് ഇച്ചിരി ബുഷിയായിട്ട് നിൽപ്പുണ്ട് ഈ ഓറഞ്ച്. ഇത് ഞാൻ മുഹമ്മേന്ന് ബോയ്പ്രിയ എന്ന് പറഞ്ഞ ഒരു ഇവിടെ നിന്നാണ് മേടിച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ കുമാരല്ലൂർ കൃഷിഭവൻ നല്ല സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അവിടുത്തെ കൃഷി ഓഫീസറും ബാക്കിയുള്ള എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കടകളിലൊക്കെ പോയാൽ തന്നെ ഉണ്ടല്ലോ ഈ സത്യത്തിൽ ഇപ്പം ഇത്തോളത്തെ ഈ സാഹചര്യം കാരണം മൊത്തത്തിൽ മടുപ്പാണ്. പിന്നെ നമ്മൾ ഈ കുറച്ച് ഫ്ലവേഴ്സുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെടുക്കത്തില്ല. അവർക്ക് ഓൾറെഡി എഗ്രിമെൻറ്റും പിന്നെ തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ കുറച്ച് നാളത്തേക്ക് കൊണ്ട് കൊടുത്ത് അവരങ്ങനെ എടുക്കത്തില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, അവർ അത്യാവശ്യം ചെറിയൊരു ഇതിൽ എടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് നമ്മൾ FB യിലൊക്കെ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും ചെയ്യുന്നവർ കാണും, അങ്ങനെ ചെയ്തതാണ്. പക്ഷേ നമുക്ക് സക്സസ് ആയി സംഭവം. പിന്നെ നമുക്ക് മാർക്കറ്റിംഗ് ആണ് ഇപ്പം നമുക്ക് നിലവിൽ ഇപ്പം ഡള്ളായി നിൽക്കുന്നത്. മഴ വരുമ്പോൾ നമുക്ക് പൂവിന് വെയിറ്റ് വരുമ്പോഴേക്കും തണ്ടിന് കട്ടിയില്ലാത്തോണ്ട് ഒടിഞ്ഞു പോകും. ഹൈറ്റ് കൂടുതലാണ്. നമ്മൾ എത്ര പ്രൊട്ടക്ഷൻ കൊടുത്തു പറഞ്ഞാലും കാറ്റടിക്കുമ്പോൾ ഇത് ഒറ്റ കാറ്റ് ഇങ്ങനെ വീശി കഴിഞ്ഞാൽ മൊത്തത്തിൽ മറിഞ്ഞു പോകും. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം നല്ലപോലെ. കാരണം ഇതിനകത്തൊരു വണ്ട് വന്നിരിക്കുവേ, അതിന് പൂ അത് നശിപ്പിച്ച് കളയുന്നുണ്ട്. നമ്മൾ മൊത്തത്തിൽ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. ചുമ്മാ ചെടി നട്ടിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മൾ അതിന്റെ പുറകെ കഷ്ടപ്പെടാൻ നമ്മൾ ആ രീതിയിൽ വളം ചെയ്ത് കൊടുത്താലേ ഉള്ളൂ ഇതുപോലെ ആകത്തുള്ളൂ. ഇതിപ്പം ഒരു തയ്യേന്ന് തന്നെ 10-30ഓളം ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. 30 അല്ല, അതിന് മുകളിലുണ്ട്. അപ്പൊ അതുപോലെ ബ്രാഞ്ചസ് ഒരു 5 ലീഫ് ആകുമ്പോൾ തന്നെ നമ്മൾ ഞുള്ളി കൊടുത്തു കഴിയുമ്പോൾ ഇതിന് ബ്രാഞ്ചസ് ഇഷ്ടം പോലെ പൊട്ടുന്നുണ്ട്. മാർക്കറ്റിംഗ് ആദ്യം നമ്മൾ സെറ്റാക്കിയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ എന്തും ബിസിനസ് നമ്മൾ തുടങ്ങാനായിട്ട്. അപ്പം നമുക്കറിയില്ല, നമ്മളും തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഓണം ആകുമ്പോഴേക്കും നമ്മൾ കടകളിൽ എത്തിക്കുമ്പോൾ അതനുസരിച്ചുള്ള നമുക്ക് കിട്ടുമെന്നാണ്. പക്ഷേ നമുക്ക് ഓൾറെഡി അവർക്ക് അവിടെ എഗ്രിമെന്റും കാര്യം ഉള്ളതുകൊണ്ട് അവർക്ക് ചീപ്പ് റേറ്റ് കിട്ടും തമിഴ്നാട്ടിൽ നിന്നൊക്കെ. അപ്പം നമ്മുടെ പൂവിന് അവർക്ക് വിലയില്ല. അപ്പം അവർക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടും ഇരിക്കണം. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് മടുപ്പാണ്. എന്ത് രസമാണ് ഈ ഒരു പൂക്കളുടെ കാഴ്ചകളൊക്കെ കാണാൻ. എന്നാൽ ഇവർക്ക് ഏറ്റവും വലിയൊരു വിഷമം അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വലിയ വില കൊടുത്ത് ഈ പൂക്കൾ കേരളത്തിലേക്ക് വാങ്ങുമ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളത് നട്ട് വളർത്തിയിട്ടും ആരും വാങ്ങാനായിട്ട് എത്തുന്നില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. എന്തായാലും അതിന് ഒരു സഹായം അല്ലെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് പോകട്ടെ, അവരുടെ വിഷമങ്ങൾ മാറട്ടെ. നമ്മുടെ കർഷകർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ല സഹായങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.